എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗിരിജ അന്തർജനം. നമുക്ക് ആറ്റുകാല പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം. ആറ്റുകാൽ പൊങ്കാലയുടെ കഥ എന്താണ്? ഭഗവതിക്കൊരു കഥയുണ്ടല്ലോ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പൂമ്പുകാർ എന്ന് പറയുന്ന സ്ഥലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് അത്. പിന്നെ ഇളങ്കോവടികളാണ് രചിച്ചിട്ടുള്ളത്. ചിലപ്പതികാരം എന്ന് പറയുന്ന കഥയിൽ ഉള്ള വിഷയങ്ങൾ തന്നെയാണ് അത്. അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണല്ലോ മഹാരാജാവ് അദ്ദേഹത്തെ കൊണ്ട്, ഇളങ്കോവടികളെ കൊണ്ട് ആ ഒരു ചരിത്രം എഴുതി വെപ്പിച്ചത്. അപ്പോൾ കണ്ണകി എന്ന് പറയുമ്പോൾ കർണകി എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചെറുതിലെ കർണകിയുടെ കഥയാണെന്ന്. കണ്ണകി എന്നാണ് പറയുന്നത്. കണ്ണകി എന്ന് പറയുമ്പോൾ ഒരു വ്യാപാരിയുടെ, ഒരു ധനികനായ ഒരു വ്യാപാരിയുടെ മകളാണ് കണ്ണകി. അപ്പോൾ കണ്ണകിക്ക് 12 വയസ്സായപ്പോൾ കോവലൻ എന്ന് പറയുന്ന ഒരു ആളുമായിട്ട്, അനുയോജ്യനായ ഒരു വരനുമായിട്ട് വിവാഹം നടത്തി സമ്പത്ത് ഒക്കെ കൊടുത്ത്, വളരെയേറെ സമ്പത്ത് കൊടുത്തായിരുന്നു ആ വിവാഹം നടത്തി കൊടുത്തത്. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ സന്തോഷമായിട്ട് ജീവിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെ പ്രത്യേകം മാറി താമസിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ്, നല്ലതായിട്ട് ജീവിതം നയിച്ചു വരുന്ന സമയത്താണ് മാധവി എന്ന് പേരുള്ള ഒരു നർത്തകി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതായത് കോവലനും മാധവി എന്ന് പറയുന്ന നർത്തകിയുമായിട്ട് മറ്റൊരു രീതിയിലുള്ള ബന്ധം, അതായത് പ്രണയത്തിലാവുകയും അവർ തമ്മിൽ വേറെ ഒരു ബന്ധമാവുകയും ചെയ്തു. അപ്പോൾ കണ്ണകി എന്ത് ചെയ്തു? തീർത്തും ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ കണ്ണകി എന്താ ചെയ്തത്? ഒരുപാട് വിഷമിച്ച് തൻ്റെ ഭർത്താവിനെ കാത്തിരുന്നു. പതിവ്രതയായ ഒരു സ്ത്രീയാണ് കണ്ണകി. അപ്പോൾ തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയും, എന്നാൽ മാധവി എന്ത് ചെയ്തു? മാധവി ഇദ്ദേഹത്തിൻ്റെ പൈസ മുഴുവനും സ്വന്തമാക്കിയ ശേഷം ഇദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അങ്ങനെ പശ്ചാത്താപം കൊണ്ട് പരവശനായ ഈ കോവലൻ തിരിച്ച് തൻ്റെ ഭാര്യയുടെ അടുത്ത് എത്തുകയും, എന്ത് പാപമാണ് താൻ ചെയ്തത്, എത്ര വൃത്തികെട്ട കാര്യങ്ങളാണ് താൻ ചെയ്തതെന്ന് നല്ല ബോധ്യമുണ്ടാവുകയും അതിനൊക്കെ തൻ്റെ ഭാര്യയോട് മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ കണ്ണകി എന്ത് ചെയ്തു? കോവലനെ ഒരുപാട് സന്തോഷത്തോടു കൂടി, തൻ്റെ ഭർത്താവിനെ ഒരുപാട് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇവർക്ക് ജീവിക്കാനായിട്ട് പൈസയില്ല, ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചേർന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവനും ആര് കൊണ്ടുപോയി? മാധവി കൊണ്ടുപോയി. അങ്ങനെ ഇവർ ഒരു കാര്യം തീരുമാനിച്ചു. കണ്ണകിയുടെ ഒരു ചിലമ്പ് കൊണ്ടുപോയി വിൽക്കാമെന്ന് തീരുമാനിച്ചു. പാണ്ഡ്യനാട്ടിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് മധുരയിലെത്തിയിട്ട് കോവലൻ എന്ത് ചെയ്തു? ചിലമ്പ് വിൽക്കാൻ വേണ്ടി കമ്പോളത്തിലേക്ക്, മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിൽ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ ചിലമ്പ് വിൽക്കാൻ കൊണ്ടുവന്നപ്പോൾ കണ്ടത് തന്നെ ഒരു കള്ളത്തട്ടാനെയാണ്. ആ കള്ളത്തട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിലെ, മധുരയിലെ മഹാരാജാവിൻ്റെ ഭാര്യയുടെ ചിലമ്പ് മോഷ്ടിച്ച തട്ടാനാണ്. പെരുന്തട്ടാൻ എന്നാണ് അയാളെ പറയുന്നത്. അയാൾ ഈ കോവലനെ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രതി ചേർക്കാൻ ഒരാളെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ കുറ്റം ആരിലാണ് ആരോപിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജാവിൻ്റെ ഭാര്യയുടെ, മഹാറാണിയുടെ ചിലമ്പുമായിട്ട്, വളരെ സാമ്യമുള്ള ഒരു ചിലമ്പുമായിട്ട് ഒരാൾ ഇത് വിൽക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഇയാൾ രാജഭടന്മാരോട് പറഞ്ഞു, ഇത് മഹാരാജാവിൻ്റെ ഭാര്യയുടെ, അതായത് മഹാറാണിയുടെ ചിലമ്പാണ്, ഇയാളാണ് ആ ചിലമ്പ് മോഷ്ടിച്ചതെന്ന് പറയുകയും, അങ്ങനെ രാജഭടന്മാർ ഇയാളെ രാജസദസ്സിലേക്ക് എത്തിക്കുകയും, അങ്ങനെ ഇയാളുടെ ശിരച്ഛേദം ചെയ്യാനായിട്ട്, തല വെട്ടിക്കൊല്ലാനായിട്ട് എന്ത് ചെയ്തു? മഹാരാജാവ് ആജ്ഞാപിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതറിഞ്ഞ കണ്ണകി എന്ത് ചെയ്തു? ആദ്യം ചെയ്തത് കൈലാസത്തിലേക്ക് പോയി ഭഗവാന്റെ അടുത്തുനിന്ന് വരമൊക്കെ വാങ്ങിച്ച് തൻ്റെ ഭർത്താവിനെ പുനർജീവിപ്പിച്ചു. അതാണ് കണ്ണകി ചെയ്തത് ഏറ്റവും ആദ്യം. അതിനുശേഷം കോപാകുലയായിട്ടുള്ള കണ്ണകി മധുരയിലെ ആ കള്ളത്തട്ടാനെ ആദ്യം കൊന്നു. അതിനുശേഷം പാണ്ഡ്യ രാജാവിനെയും കൊന്നു. അത് കഴിഞ്ഞ് എന്നിട്ടൊന്നും ദേഷ്യം സഹിക്കാൻ പറ്റാതായ കണ്ണകി എന്ത് ചെയ്തു? ഇടത് മാറിടം കൈകൊണ്ട് തന്നെ വലിച്ചു പറിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഈ മാറിടത്തിൽ നിന്ന് വീണ രക്തവും അതുപോലെ തന്നെ കണ്ണിലെ കോപാഗ്നിയും കൊണ്ട് മധുര നഗരം മുഴുവനും ചുട്ട് ചാമ്പലായി. അങ്ങനെ അവിടുത്തെ മധുരയിലെ മീനാക്ഷി അമ്മ എന്ന് പറയുമ്പോൾ അവിടുത്തെ ദേവതയാണ്, ആ നാടിൻ്റെ ദേവതയാണ്.
ആ ദേവത വന്ന് ഒരുപാട് സമാധാനിപ്പിക്കാൻ നോക്കി, കണ്ണകിയെ സമാധാനിപ്പിക്കാൻ നോക്കി. കണ്ണകി അങ്ങനെ സമാധാനിച്ചു, എല്ലാം ക്ഷമിച്ചെങ്കിലും അവിടം വിട്ട് കണ്ണകി കേരളത്തിലേക്ക് വന്നു. ഇവിടെ കൊടുങ്ങല്ലൂരാണ് ഭഗവതി കുടികൊള്ളുന്നത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതിയായിട്ട് കുടികൊള്ളുന്നു. അതുപോലെ തന്നെ കണ്ണകി തപസ്സിരുന്ന സ്ഥലം ഉണ്ട്. അവിടെ ചെങ്കുന്നെന്നാണ് പറയുന്നത്, ചുവന്ന കുന്ന് എന്ന് പറയുന്നത്. അവിടെ മംഗളാദേവി ടെമ്പിളാണ് ഉള്ളത്. അത് നമുക്ക് കുമളിയിലാണുള്ളത്. കുമളിയിൽ മംഗളാദേവി ടെമ്പിളിൽ അവിടെയാണ് കണ്ണകി തപസ്സിരുന്നത്, ഈ ഒരു സംഭവത്തിന് ശേഷം തപസ്സിരുന്നത്. അപ്പോൾ ആ സ്ഥലത്തു നിന്ന് പിന്നെ ഭഗവതി എന്താണ് ശ്രീകുരുമ്പയായിട്ട് കൊടുങ്ങല്ലൂരേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരു പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തി, നല്ല സാത്വികനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു, ആറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കരെ നിന്നൊരു ബാലിക ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇക്കരയിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇദ്ദേഹം പോയിട്ട് ഈ ബാലികയെ, തേജസ്സുള്ള ഈ ബാലികയെ കൂട്ടിക്കൊണ്ട് തൻ്റെ കുടുംബത്തിലേക്ക്, തൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണ്. മുല്ലവീട്ടിൽ തറവാടെന്നാണ് ആ തറവാടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ അങ്ങനെ മുല്ലവീട്ടിൽ തറവാട്ടിലെത്തുകയും അവിടെ വെച്ച് ഈ ബാലികയെ സൽക്കരിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാനായിട്ട് ഈ പ്രമാണി വീടിനകത്തേക്ക് പോയ സമയത്ത് എന്ത് ചെയ്തു, പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ബാലികയെ കാണാനില്ല. ബാലിക അപ്രത്യക്ഷയായി കഴിഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഒരുപാട് വിഷമിച്ചു, ഇങ്ങനെ ഒരു ബാലിക വന്നിട്ട് നമുക്ക് സൽക്കരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ വിഷമിച്ചിട്ട് രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ ഈ പ്രമാണി ഒരു സ്വപ്നം കണ്ടു. കാവിൽ 3 വരയുണ്ട്, ആ 3 വരയുള്ള സ്ഥലത്ത് എനിക്ക് വേണ്ടി ഒരു അമ്പലം പണിയണം എന്ന് സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ടത് സാക്ഷാൽ പാർവതി ഭഗവതിയാണ്, പാർവതി ദേവിയാണ് സ്വപ്നം കണ്ടത്. അങ്ങനെ ഈ ഇദ്ദേഹം എന്ത് ചെയ്തു, ആദിപരാശക്തി രൂപത്തിലാണ് സ്വപ്നം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പ്രമാണി എന്ത് ചെയ്തു, അവിടെ തന്നെ ഒരു അമ്പലം ഉണ്ടാക്കുകയും ചെയ്തു ഭഗവതിക്ക് വേണ്ടിയിട്ട്. അതായത് ഈ പാണ്ഡ്യരാജാവിനെ കൊന്നിട്ട് വന്ന ആ ഒരു വിജയശ്രീലാളിതയായിട്ട് വന്ന ഭഗവതിക്ക് വേണ്ടി ഇവിടെയുള്ള സ്ത്രീകളെല്ലാവരും ഭഗവതിയെ പൊങ്കാലയിട്ട് സ്വീകരിച്ചു. അതുപോലെ തന്നെ എന്താണ്, കൊരവയിട്ട് സ്വീകരിച്ചു എന്നാണ്. ആ ഒരു ഐതിഹ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും പൊങ്കാല ഇട്ട് വരുന്നത്. എല്ലാ വർഷവും കുംഭമാസത്തിലെ പൂരവും അതുപോലെ തന്നെ പൗർണമിയും കൂടെ ഒരുമിച്ച് വരുന്ന ദിവസമാണ് ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല നടന്നു വരുന്നത്. ഈ ലോകത്തുള്ള സർവമാന സ്ത്രീകളും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര സ്ത്രീകളാണ് വരുന്നതെന്നൊന്നും നമുക്ക് കണക്ക് പോലുമില്ല, അത്രയ്ക്ക് സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്. ഗിന്നസ് ബുക്കിൽ കയറി കഴിഞ്ഞു. നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഗിന്നസ് ബുക്കിൽ കയറിയിട്ട് തന്നെ വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഓരോ വർഷങ്ങളിലും കഴിയുന്തോറും സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ, തിരുവനന്തപുരത്തിൻ്റെ ഭാഗ്യമായിട്ടുള്ള ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോഴും പൊങ്കാല നടന്നു വരികയാണ്. ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്, ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇവിടെ പുരുഷന്മാരും പൊങ്കാല ഇടാറുണ്ട് കേട്ടോ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പൊങ്കാല ഇട്ട് വരുന്നുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, എണ്ണത്തിൽ കുറവാണെങ്കിലും അവരും പൊങ്കാല ഇട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊങ്കാല ആർക്കൊക്കെ ഇടാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെയൊക്കെയുള്ള അശുദ്ധി ഉള്ളവർക്ക് പൊങ്കാലയിൽ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് മാസത്തിൽ വരുന്ന അശുദ്ധിയുള്ളവർക്ക് പൊങ്കാലയിൽ 9 ദിവസം തൊട്ട് പങ്കെടുക്കാം. അങ്ങനെയാണ്, 9ാമത്തെ ദിവസം തൊട്ട് പങ്കെടുക്കാം. തിരുവനന്തപുരത്തുകാർ പൊതുവെ 12 ദിവസമാണ് അശുദ്ധിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. 12 ദിവസം, 12ാമത്തെ ദിവസമേ അവർ പങ്കെടുക്കാറുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ 9 ദിവസത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുലവാലായ്മകളുള്ളവർ, പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് 16 ദിവസം വരെ ഉള്ളവർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല. 16 ദിവസം കഴിഞ്ഞാൽ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. തിരുവനന്തപുരത്തിന് ആചാരമുണ്ടല്ലോ, തിരുവനന്തപുരത്തിൻ്റെ ആചാരപ്രകാരം 1 വർഷം കഴിഞ്ഞ് മാത്രമേ അവർ പൊങ്കാലയിൽ പങ്കെടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 16 ദിവസമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 16 ദിവസം കഴിഞ്ഞാൽ പൊല കഴിഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലും, ഒരു കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ 16 ദിവസം വരെ വാലായ്മയാണ്. അപ്പോൾ ആ സമയത്തും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്ഷേത്രത്തിൽ ദർശനം നടത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൊങ്കാല തുടങ്ങിയിട്ടുള്ള ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാനോ പാടില്ലാത്തതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അശുദ്ധികളൊന്നും ഇല്ലാത്തവർക്ക് പൊങ്കാലയിൽ പങ്കെടുക്കാവുന്നതാണ്. പൊങ്കാല ഇടുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിച്ച് പൊങ്കാല ഇടുന്നതായിരിക്കും നല്ലത്.
21 ദിവസമാണ് കണക്ക്, എങ്കിൽ പോലും ഒരു 12 ദിവസമെങ്കിലും വ്രതം അനുഷ്ഠിച്ച് പൊങ്കാലയിട്ടാൽ ഏറ്റവും നല്ലതാണ്. എങ്കിലും നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ വ്രതം അനുഷ്ഠിച്ചോളുക പൊങ്കാല എടുക്കാനായിട്ട്. അപ്പോൾ പൊങ്കാല ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ മുറ്റത്തുനിന്ന് എന്തായാലും മുറ്റത്താണല്ലോ പൊങ്കാല ഇടുന്നത്. നമുക്കെല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പോയി പൊങ്കാല ഇടാൻ പറ്റത്തില്ല. പിന്നെ വഴിവക്കിലും മുറ്റത്തും ഒക്കെയാണ് എല്ലാവരും പൊങ്കാല ഇടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പൊങ്കാല ഇടേണ്ട സ്ഥലം മഞ്ഞൾ കലക്കിയ വെള്ളം കൊണ്ട് നന്നായിട്ട് ശുദ്ധി ചെയ്യണം, അല്ലെങ്കിൽ ചാണകം കലക്കിയ വെള്ളം കൊണ്ട് നന്നായിട്ട് ശുദ്ധി ചെയ്യണം. അതിനുശേഷം വേണം പൊങ്കാലയ്ക്കുള്ള അടുപ്പും മൺകലവും ഒക്കെ കൊണ്ടുവയ്ക്കാൻ. മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത് കേട്ടോ. ഓട്ടുകലത്തിലൊക്കെ പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്, ഓട്ടുരുളിയിൽ പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ദോഷമാണെന്നല്ല പറയുന്നത്. എന്നാലും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മൺകലത്തിലിടുന്ന പൊങ്കാലയാണ്. അപ്പോൾ ഈ മൺകലത്തിൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, പരമമായ ശുദ്ധിയാണ്. പുതിയ കലത്തിൽ, പുത്തൻ കലത്തിലെ പൊങ്കാലയാണ് ഏറ്റവും നല്ലത്. കലമൊക്കെ ഒന്ന് മാല ചുറ്റിയൊക്കെ നന്നായിട്ടൊന്ന് അലങ്കരിക്കുന്നത് നല്ലതാണ്. അതുപോലെ കലത്തിലും, അതുപോലെ നമ്മുടെ ഈ വെക്കുന്ന കട്ടകൾ, ചിലരൊക്കെ 3 കട്ട വെച്ച് പൊങ്കാലയിടും. ഈ തിരുവനന്തപുരം ഭാഷയിൽ ചുടുകല്ലെന്നാണ് പറയുന്നത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കട്ട എന്നാണ് പറയാറുള്ളത്. അപ്പോൾ കട്ടയാണെങ്കിലും 3 കട്ട വയ്ക്കാം, അല്ലെങ്കിൽ 2 എണ്ണം ചേർത്ത് 6 കട്ടയും വെക്കാവുന്നതാണ്. പിന്നെ ഒരാൾക്ക് എത്ര അടുപ്പ് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അടുപ്പ് വേണേലും വെക്കാം. എങ്കിലും മെയിനായിട്ട് 2 അടുപ്പ് വെക്കുന്നതാണ് നല്ലത്. ഒരു അടുപ്പിൽ വെള്ള നിവേദ്യം എന്ന് പറഞ്ഞാൽ മനസമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടും എല്ലാം ഭഗവതിക്ക് നിവേദ്യമാണ് കേട്ടോ. സന്തോഷപൂർവ്വമുള്ള നിവേദ്യമാണ്. സ്ത്രീകൾ നമ്മൾ ഭഗവതിക്ക് നിവേദ്യം കൊടുക്കുന്ന ഒരേ ഒരു ദിവസമാണ് പൊങ്കാല ദിവസം കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ രണ്ടാമത്തെ ഒരു അടുപ്പ് വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമുക്ക് തെരളി നിവേദ്യം വയ്ക്കാം, മണ്ടപ്പുറ്റ് വയ്ക്കാം, അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളൊക്കെ, മധുരമുള്ള കൊഴുക്കട്ട വയ്ക്കാം. ഒരുപാട് രീതിയിൽ പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊങ്കാല വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ മധുര നിവേദ്യം, ശർക്കര പൊങ്കാല വയ്ക്കാം, എല്ലാം വയ്ക്കാം. കടും മധുരം ചേർത്തിട്ടും പൊങ്കാല വയ്ക്കാം. അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ശുദ്ധിയാക്കിയിരിക്കണം. അതുപോലെ തന്നെ പുതിയ കല്ല് നേരത്തെ പൊങ്കാല ഇട്ട കട്ട നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പൊങ്കാല ഇടാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പൊങ്കാല എടുത്ത പുതിയ കട്ട വേണം നമ്മൾ പൊങ്കാല ഇടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ കലവും അങ്ങനെയാണ്, പുത്തൻ കലത്തിൽ വേണം പൊങ്കാല ഇടാൻ. മുൻ വർഷങ്ങളിൽ പൊങ്കാല ഇട്ട കലം നമ്മൾ ഈ വർഷവും പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന പതിവ് ഇല്ല. അപ്പോൾ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ കലം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തുളസി ചെടി നടാനോ, അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ട് സാധനങ്ങൾ നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള, പായസത്തിന് നിവേദ്യത്തിനൊക്കെ കൊണ്ടുപോകാനുള്ള അരിയോ അല്ലെങ്കിൽ പച്ചരിയോ ഒക്കെ ഇട്ട് വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദൈവികമായ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനോ, അല്ലെങ്കിൽ തുളസി ചെടി നടാനോ ഒക്കെ നമുക്ക് ഈ പഴയ കലം ഉപയോഗിക്കാവുന്നതാണ്. അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് പൊങ്കാലയ്ക്ക് വേണ്ടിയല്ല സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ വയ്ക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് ഗണപതി ഒരുക്ക് നിർബന്ധമാണ്. നമ്മളൊരു നല്ല ഒരു വിളക്കെടുത്ത് തേച്ച് മിനുക്കിയെടുക്കണം. മിനുക്കിയെടുത്ത് ഭദ്രദീപം എന്ന് പറഞ്ഞാൽ എന്താണ്, 5 തിരിയിട്ട് കൊളുത്തുന്ന ദീപമാണ് ഭദ്രദീപം കൊളുത്തിയിട്ട് വേണം നമ്മൾ പൊങ്കാലയ്ക്ക് ഒരുക്കേണ്ടത്. അതിൻ്റെ മുമ്പിൽ തൂശനില വെച്ച് ഗണപതിക്ക് ഒരുക്കണം. ഗണപതിക്ക് ഒരുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൂജാ സാധനങ്ങൾ കൊടുക്കുന്ന കടയിൽ എല്ലാം കൂടെ ചേർത്ത് കിട്ടും. സാധാരണഗതിയിൽ ഗണപതിക്ക് ഒരുക്കുന്നത് എന്തൊക്കെയാണ്? കരിമ്പ് വേണമെങ്കിൽ കരിമ്പ് ഒരുക്കാം, ശർക്കര, നാളികേരം നിർബന്ധമാണ് കേട്ടോ. നെല്ല്, അരി, പൂവ് ഇതൊക്കെ വെച്ച് ഒരുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പൊങ്കാല കഴിഞ്ഞ് നിവേദിക്കാനുള്ള കുറച്ച് പൂക്കൾ, ചുവന്ന തെറ്റിപ്പൂക്കളാണ് ഏറ്റവും നല്ലത്. ഭഗവതിക്ക് ഏറ്റവും പ്രിയങ്കരം ചുവന്ന തെറ്റിപ്പൂക്കൾ, താമരപ്പൂക്കളൊക്കെയാണ് ഭഗവതിക്ക് ഏറ്റവും പ്രിയങ്കരം. ചുവന്ന പൂക്കളാണ് പ്രധാനം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ കുറച്ച് നെല്ലും അരിയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ നന്നായി. കാരണം നെല്ലും അരിയും പൂവും ചേർന്നതാണ് അക്ഷതം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നിവേദിക്കുന്നത് ഏറ്റവും ഉചിതമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വിളക്കിൻ്റെ മുമ്പിൽ സുഗന്ധം എന്ന് പറയുമ്പം സാമ്പ്രാണിത്തിരിയാകാം, ചന്ദനം അരച്ച് വയ്ക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, എന്ത് വേണേലും നമുക്കിഷ്ടമുള്ള സുഗന്ധം, സെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിളക്കിൻ്റെ മുമ്പിൽ വെക്കാവുന്നതാണ്. അതുപോലെ പട്ട് വെക്കണം, ഭഗവതിയെ സങ്കല്പിച്ച് പട്ട് വെക്കണം. ഗണപതിയെ സങ്കല്പിച്ച് മഞ്ഞ പട്ടും വെച്ചാൽ ഉത്തമമാണ്. നമുക്കിതിനകത്ത് ഏതൊക്കെയുണ്ടോ അതൊക്കെ കൂടുതൽ വെക്കാം. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല. അതുപോലെ ചില ആൾക്കാർ പഴവർഗ്ഗങ്ങളൊക്കെ വെച്ച്, സാധാരണഗതിയിൽ രസകദളിപ്പഴമോ
പാളയംതോടും പഴമോ ഒക്കെ വയ്ക്കാറുണ്ട്. അത് കൂടാതെ തന്നെ എന്താണ് തട്ടം വെച്ചിട്ടും കൂടെ, തട്ടം വയ്ക്കുക എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുകാർ വെക്കുന്നത് എന്താണ്, പഴവർഗ്ഗങ്ങൾ നിറഞ്ഞ ഒരു തട്ടമാണ് വെക്കുന്നത്. നമ്മുടെ ഓട് കൊണ്ടുണ്ടാക്കിയ ഒരു തട്ടത്തിനകത്ത് പഴവർഗ്ഗങ്ങളൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയും വെക്കാവുന്നതാണ്, ഏറ്റവും ഉചിതമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പൊങ്കാലയ്ക്ക് ഒരുക്കിയിട്ട് നമ്മൾ പൊങ്കാല സമയത്ത് പെട്ടെന്ന് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തീ കത്തിച്ച് നമുക്കങ്ങ് പൊങ്കാല വയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്കിപ്പം മൊബൈലുണ്ട്, ടി വി ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ എപ്പോഴാണ് പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതെന്ന് നോക്കി വെയിറ്റ് ചെയ്യുക. ഭണ്ഡാര അടുപ്പാണ് കേട്ടോ. ആദ്യം തന്ത്രി അകത്തുനിന്ന് മേൽശാന്തിക്ക് ഒരു ദീപം പകർന്നു കൊടുക്കും. അത് കൊടിവിളക്കെന്ന് പറയുന്ന വിളക്കിലേക്കാണ്. അകത്തെ നെയ്വിളക്കിൽ നിന്നും പുറത്തെ ഒരു കൊടിവിളക്കിൽ പകർന്നു കൊടുക്കും. അത് എന്ത് ചെയ്യും, മേൽശാന്തി കൊണ്ടുപോയി തിടപ്പള്ളിക്കകത്ത്, തിടപ്പള്ളി എന്ന് പറയുമ്പോൾ ഭഗവതിക്ക് നിത്യനിവേദ്യം വയ്ക്കുന്ന സ്ഥലമാണ്. അത് ഏറ്റവും പരമപവിത്രമായ സ്ഥലമാണ്. അവിടെ കൊണ്ടുപോയി അവിടുത്തെ അടുപ്പിലാണ് ആദ്യം പൊങ്കാലയ്ക്ക് ദീപം പകരുന്നത്. അതിനുശേഷം സഹമേൽശാന്തിമാരുണ്ട്. ആ സഹമേൽശാന്തിമാർക്ക് ഈ ദീപം ഈ മേൽശാന്തി കൊണ്ടുപോയി കൊടുക്കുകയും അവർ എന്ത് ചെയ്യാറുണ്ട്, ഈ പണ്ടാര അടുപ്പിലേക്ക് കൊണ്ടുപോയി ഈ പൊങ്കാല അടുപ്പിലേക്ക് നമ്മൾ ദീപം പകരാറുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നാണ് മുഴുവനും ആൾക്കാർക്കും ദീപം പകർന്നു കൊടുക്കുന്നത്. ക്ഷേത്രത്തിനടുത്തുള്ളവർക്ക് എല്ലാവർക്കും ദീപം പകർന്നു കൊടുക്കുന്ന പതിവുണ്ട്. ഏറ്റവും അടുത്തുള്ളവർക്ക് എല്ലാവർക്കും ദീപം കിട്ടും. പക്ഷെ എല്ലാവർക്കും കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അമ്പലത്തിൽ ഈ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ നമുക്കും തീ കത്തിക്കാവുന്നതാണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒരു തിരി വെച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു കൊച്ചു വിളക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കൊടിവിളക്കെന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. വിളക്കോ ഇല്ലെങ്കിൽ ഒരു മൺവിളക്കാണെങ്കിൽ പോലും മതി. നമ്മൾ കാർത്തികയ്ക്കൊക്കെ കത്തിക്കത്തില്ലേ, അതുപോലെയുള്ള ഒരു മൺവിളക്ക്, നേരത്തെ കത്തിച്ചതല്ല, അല്ലാതെ ഒരു പുതിയ മൺവിളക്കാണെങ്കിൽ പുതിയ മൺവിളക്ക് വാങ്ങിച്ചു. മൺവിളക്കാണെങ്കിൽ പുതിയ മൺവിളക്ക് വാങ്ങിച്ചിട്ട് അതിനകത്തൊരു തിരിയും ഒരു തുള്ളി നെയ്യും ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ലെണ്ണയായാലും ഏറ്റവും നല്ലതാണ്. വിളക്കെണ്ണയെക്കാട്ടിൽ എപ്പോഴും ഉചിതം നല്ലെണ്ണയാണ്. വിളക്കെണ്ണയായാലും ദോഷമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ദീപം എടുത്ത് നമുക്ക് അടുപ്പിൽ കത്തിക്കാവുന്നതാണ്. കുറച്ച് കർപ്പൂരമൊക്കെ, നിങ്ങൾ ഈ പല ആൾക്കാരും മണ്ണെണ്ണയൊക്കെ ഉപയോഗിച്ച് കണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അടുപ്പ് കത്തിക്കാനായിട്ട് കർപ്പൂരവും എണ്ണയിൽ നനച്ച തിരിയുമാണ് ഉപയോഗിക്കാനുള്ളത്. എണ്ണയിൽ നനച്ച വെളുത്ത തുണി കൊണ്ട് നമുക്ക് പൊങ്കാല അടുപ്പിലേക്ക് ദീപം പകരാവുന്നതാണ്. അല്ലാതെ വേറെ ഉപാധികളൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കർപ്പൂരവും ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ തീ പകർന്ന ശേഷം കലം അടുപ്പേ വെച്ച്, കലമൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കണം നേരത്തെ തന്നെ, മാലയൊക്കെ ചാർത്തി, അതുപോലെ തന്നെ അരിമാവ് കൊണ്ടൊക്കെ കോലമൊക്കെ വരച്ച് ഭംഗിയാക്കി വെച്ച് കലം എന്ത് ചെയ്യുക, നിങ്ങൾ അടുപ്പയിലേക്ക് വെക്കുക. വെച്ചിട്ട് നമ്മൾ വെള്ളം, നല്ല ശുദ്ധജലം കൊണ്ടുവന്ന് അത് നിറയ്ക്കുക. ശുദ്ധജലം നിറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, പുണ്യനദികളെയൊക്കെ, പമ്പയെയും അതുപോലെ യമുനയെയും ഗംഗയെയും ഗോദാവരിയെയും ഒക്കെ ഒന്ന് ധ്യാനിക്കുന്നതും നന്നായിരിക്കും. വരുണദേവനെ ധ്യാനിച്ചാലും മതിയാകും. വരുണദേവനെ ധ്യാനിച്ച് നമ്മൾ ഈ ജലം എന്ത് ചെയ്യുക, നമ്മൾ പൊങ്കാല അടുപ്പിൽ വെച്ചിരിക്കുന്ന കലത്തിലേക്ക് നിറയ്ക്കുകയും, അതുപോലെ ഈ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് എന്ത് മന്ത്രമാണ് ജപിക്കേണ്ടത്, നമ്മൾ എപ്പോഴും സർവമംഗളമംഗല്യം ജപിക്കുന്നത് നല്ലതാണ്. ഏത് കാര്യത്തിനും ഏറ്റവും നല്ലതാണ്. അതുപോലെ ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ അന്ന് പാരായണം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ്. എങ്കിലും അന്നപൂർണേശ്വരിയായിട്ട്, സാക്ഷാൽ പാർവതീ ദേവിയായിട്ട്, ലോകത്തിന് മുഴുവനും അന്നം വിളമ്പാനായിട്ട്, ഒരു ദാരിദ്ര്യവും ഇല്ലാതിരിക്കാനായിട്ടാണ് സാക്ഷാൽ ഭഗവതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അന്നപൂർണേശ്വരിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അന്നപൂർണേശ്വരി ദേവി മഹേശ്വരി ഈ മന്നിടത്തിനധീശ്വരി നിത്യവും ഈ മന്നിടത്തിങ്കൽ അന്നം മുട്ടാതെ വാഴയണമേ എന്നുള്ള മന്ത്രം ചൊല്ലി ഭവ്യതയോടുകൂടി നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കുടയുക, ഇങ്ങനെ കുടയുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ച് വെള്ളം എപ്പോഴും അരി കഴുകിയ പാത്രത്തിനകത്ത് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ 2 കൈ കൊണ്ടും വേണം പൊങ്കാലയ്ക്ക് ഇടാനുള്ള അരി വാരിയെടുത്ത് നമ്മൾ അടുപ്പിലേക്ക് ഇടേണ്ടത്. ദേവിയെ പ്രാർത്ഥിച്ച്, സാക്ഷാൽ ആറ്റുകാലമ്മയെ പ്രാർത്ഥിച്ച് വേണം നിങ്ങൾ ഈ അരി അടുപ്പിലേക്ക് പകരാനുള്ളത്. അതുപോലെ തന്നെ തിളച്ച് വരുമ്പം നമ്മൾ മരത്തവി ഉണ്ടോ, അതല്ലെന്നുണ്ടെങ്കിൽ ചിരട്ടത്തവി കൊണ്ടോ നമുക്ക് ഇളക്കാം. അപ്പോൾ ഒരു കൈ നമ്മുടെ വലത്തെ കൈയുടെ താഴെ പിടിച്ചുകൊണ്ട് നമ്മൾ അത്രയും ഭവ്യതയോടുകൂടി, നമ്മൾ ആർക്കാണ് പൊങ്കാല സമർപ്പിക്കുന്നത്, ആർക്കാണ് നമ്മൾ ഈ നിവേദ്യം വയ്ക്കുന്നത്, ലോകത്തിൻ്റെ തന്നെ അധിപതിയായിട്ടുള്ള ഭഗവതിക്ക് വേണ്ടിയിട്ടാണ്, ശ്രീപാർവതിക്ക് വേണ്ടിയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആറ്റുകാലമ്മയെ ധ്യാനിച്ചുകൊണ്ട്
നമ്മൾ പിന്നെ ചിരട്ടത്തവി എടുത്ത് ഈ പൊങ്കാല സമർപ്പിച്ച് കലത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇളക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ, നമുക്ക് എന്തൊക്കെയാണ് ആഗ്രഹം, അത് നമ്മൾ നമ്മുടെ ഭഗവതിയോട് പറയുക. നമുക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളുണ്ടാവണം, നമ്മുടെ മക്കൾക്ക് ഭാഗ്യങ്ങളുണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണം, ഐശ്വര്യം ഉണ്ടാകണം, കർമ്മസിദ്ധി ഉണ്ടാവണം, ഇങ്ങനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വിവാഹയോഗം ഉണ്ടാകണം, ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഭഗവതിയോട് ആ സമയത്ത് വേണം പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ച് അതുപോലെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അതൊക്കെ ഭഗവതിയോട് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിച്ചോളൂ. അതായത് ഈ പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കെല്ലാം പൂർണ്ണ ഫലമാണ്. അതുകൊണ്ടാണല്ലോ ഓരോ വർഷവും ആൾക്കാർ ഇരച്ച് കയറി എത്തുകയാണ്. എത്ര ആൾക്കാരാണ് വരുന്നതെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും പ്രവചനാതീതമായിട്ടുള്ള ആൾക്കാരുടെ ഒരു വരവാണ് നമ്മുടെ അനന്തപുരിക്ക് ലഭിക്കുന്നത് എല്ലാ വർഷവും. അത്രയും സ്ത്രീ സാന്നിധ്യമാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയാണ്, മാതാവാണ്, പൂജിക്കപ്പെടേണ്ടവളാണ്, അല്ലേ? അപ്പോൾ ഇത്രയും സ്ത്രീകൾ വന്നു കയറുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമേ പൊങ്കാലയിടാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നു ചേരാൻ പറ്റാത്ത എത്രയോ ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ആറ്റുകാൽ പൊങ്കാല ഇടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വന്നു ചേരാനായിട്ട് യാതൊരു മാർഗവുമില്ല, എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ വീട് എവിടെയാണോ ആ വീടിൻ്റെ മുറ്റം ശുദ്ധി ചെയ്ത് ഭഗവതി അവിടേക്ക് ക്ഷണിച്ച് വരുത്തി പൊങ്കാലയിട്ട് നിവേദിക്കൂ എന്ന് പറയാറുണ്ട്. ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരു പിടി മണ്ണ് പോലും ഇല്ല, ഞങ്ങൾക്ക് ഫ്ലാറ്റിനകത്ത് മാത്രമേ സ്ഥലമുള്ളൂ, പക്ഷേ ഞങ്ങളവിടെ നോൺ വെജ് പാചകം ചെയ്തു പോയി, ഞങ്ങൾക്കും പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ആ അടുക്കള ഒരു 11 ദിവസത്തേക്കെങ്കിലും ഒന്ന് ശുദ്ധമായിട്ട് വയ്ക്കൂ. ശുദ്ധമായിട്ട് വെച്ചുകൊണ്ട് ഇതുപോലെ മഞ്ഞപ്പൊടി ഒക്കെ കലക്കിയ വെള്ളം കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം നിങ്ങളവിടെ നോൺ വെജ് പാചകം ചെയ്യാതെ ഇരിക്കൂ. എന്നിട്ട് പൊങ്കാല നിങ്ങൾ അവിടെ സമർപ്പിക്കൂ. അവിടെ ഇട്ടിട്ട് നിങ്ങൾ പൂജാമുറിയിൽ കൊണ്ടുപോയി സമർപ്പിക്കണം. പൊങ്കാല നിങ്ങൾക്ക് നിങ്ങളുടെ അടുപ്പ് ശുദ്ധമാക്കിയിട്ട് അവിടെ ഇടാവുന്നതാണ്. ഇവിടെ വന്ന് ഇടാൻ സൗകര്യമുള്ളവർ ഇവിടെ തന്നെ ഇടണം. ഇതൊന്നും സൗകര്യമില്ലാതെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക്, പൊങ്കാല ഇടാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ആകാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഉപാധി പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറ്റൊരു ഉപാധി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഗണപതിക്കൊക്കെ ഒരുക്കി ദേവിക്ക് വേണ്ടി ഒരു ചുവന്ന മാലയൊക്കെ സമർപ്പിച്ച് വിളക്കിൻ്റെ മുമ്പിലൊക്കെ സമർപ്പിച്ചിട്ട് നിങ്ങൾ പൊങ്കാല ഇടുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? എപ്പോഴാണോ പൊങ്കാല തളിക്കുന്നത് അത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എപ്പോഴാണ് പൊങ്കാല തളിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം കരുതി വെച്ചിരുന്ന നെല്ലും അരിയും പൂവും, ഒന്നുമില്ലെങ്കിലും കുറച്ച് പൂവും വെള്ളവും ആയാലും മതി കേട്ടോ. ഈ പൂക്കളും വെള്ളവും കൂടെ ഒന്ന് നനച്ച് ഭഗവതിയെ 2 കൈ കൊണ്ട് നമ്മുടെ കൈയുടെ അകത്ത് വെച്ചിട്ട് ഭഗവതിയെ പ്രാർത്ഥിച്ച് സർവമംഗളമംഗല്യേ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം, കാളി മന്ത്രങ്ങൾ ഇഷ്ടമുള്ളവരും അറിയാവുന്നവരും ഉണ്ടെങ്കിൽ അത് ജപിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ജപിക്കാം. ആ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ഭഗവതിക്ക് ഈ പൊങ്കാല, ഞങ്ങൾ ഇട്ട ഈ പൊങ്കാല ഭഗവതി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ വെച്ച് നിവേദിക്കുന്നോ ഭഗവതി ആ നിവേദ്യം സ്വീകരിക്കുകയും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരു തടസ്സവും കൂടാതെ നടത്തി തരികയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും പൊങ്കാലയിടണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പൊങ്കാല ആശംസകൾ. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാമജപമാണ് ഏറ്റവും പ്രധാനം. കുടുംബാംഗങ്ങൾ എല്ലാവരും പൊങ്കാലയിൽ പങ്കെടുക്കണം. അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്. ഒരാൾ പൊങ്കാലയിടുമ്പോൾ ബാക്കിയുള്ളവർ നോക്കിക്കൊണ്ട് നിൽക്കാനൊന്നും പാടില്ല. അവരെ നമ്മൾ സഹായിച്ചു കൊടുക്കുക. ഒരാൾ പൊങ്കാലയിടുന്നെങ്കിൽ ബാക്കിയുള്ളവർ അവരെ സഹായിച്ചു കൊടുക്കുക. അതുപോലെ ഒരു വീട്ടിൽ ഒരുപാട് സ്ത്രീകളുണ്ടെങ്കിൽ എത്ര സ്ത്രീകൾക്ക് പൊങ്കാലയിടാം എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവർക്കും പൊങ്കാലയിടാം. ആർക്കും പൊങ്കാലയിടാൻ പാടില്ലാത്തവരില്ല. അശുദ്ധി ഇല്ലാത്ത എല്ലാവർക്കും പൊങ്കാലയിടാം. ഒരു വീടിൻ്റെ മുറ്റത്ത് എത്ര സ്ത്രീകൾക്ക് വേണമെങ്കിലും അടുപ്പ് കൂട്ടാം. അതിനൊന്നും യാതൊരു നിയമങ്ങളും ഇല്ല, അതിനൊന്നും യാതൊരു ദോഷങ്ങളും ഇല്ല. പൊങ്കാല ഇടുന്നത് അത് ഭഗവതിക്കാണ്, അല്ലാതെ നമ്മുടെ വേറെ ഒരു ഇതിനു വേണ്ടിയല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഈ പൊങ്കാല ഇട്ടിട്ട് നമ്മൾ ഈ നിവേദ്യമൊന്നും വേസ്റ്റാക്കി കളയാൻ പാടില്ല. ഈ പൊങ്കാല ഇടുന്ന നിവേദ്യം നിങ്ങൾ എല്ലാവർക്കും, നിങ്ങൾക്ക് ആദ്യം ആരാണ് സ്വീകരിക്കേണ്ടത്? ഈ പൊങ്കാല ഇട്ട ആൾ ഒരല്പം നിവേദ്യം, ഈ ഷുഗർ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരു നുള്ള് കഴിക്കണം. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള എല്ലാവർക്കും, പൊങ്കാലയിടാൻ വരാൻ പറ്റാത്തവർക്കും അതുപോലെ കൊച്ചു കുട്ടികൾക്കും പൊങ്കാലയിടാൻ പോയവർക്ക് കൊടുത്താലും ദോഷമൊന്നുമില്ല കേട്ടോ.
എല്ലാവർക്കും കൊടുക്കാം. നിങ്ങളിട്ട ആ ഒരു പൊങ്കാലയുടെ ഭഗവതിയുടെ ഒരു സാന്നിധ്യമുള്ള ആ ഒരു സ്വാദ് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഭഗവതിയുടെ ഒരു സാന്നിധ്യം നമ്മൾ കഴിക്കുന്ന പൊങ്കാലയിൽ കൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ പൊങ്കാല നമ്മളെല്ലാവർക്കും കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊങ്കാല ഇടാം, നെയ്യ് ചേർത്തിടാം, നെയ്യ് ചേർക്കാതെയും ഇടാം. നെയ്യ് ചേർക്കണം എന്നാണ് നിർബന്ധമാണ്. സാധാരണഗതിയിൽ നമ്മൾ നിവേദ്യം വെച്ച് നിവേദിക്കുമ്പോൾ നെയ്യ് ചേർക്കാറുണ്ട്. അണ്ടിപ്പരിപ്പ്, അതുപോലെ ഉണക്കമുന്തിരിങ്ങ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർക്കാറുണ്ട്. എല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവമായിട്ട് പൊങ്കാല ഭഗവതിക്ക് സമർപ്പിക്കുക. ഇഷ്ടത്തോടു കൂടി സമർപ്പിക്കുക. ഭഗവതി അത് പൂർണ്ണമായിട്ട് സ്വീകരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ. എല്ലാവർക്കും എൻ്റെ പൊങ്കാല.